Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സർ ആദ്യം ഏതായാലും നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ബ്രെൻഡ് WTI ക്രൂഡൊക്കെ ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാരത്തിൽ ഇപ്പോൾ ഒരു ആദ്യത്തെ ദിവസത്തിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ക്രൂഡ് ഓയിലിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഇടിവായി കാണാൻ സാധിച്ചത്. ആൻഡ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ $61 ബ്രേക്ക് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ക്രൂഡിന്റെ കേസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. കൈവശം ഓൾറെഡി ഷോർട്ട് പൊസിഷൻ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ $61.75 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്രൂഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $64, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $67 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഡൗ ജോൺസിലും S&P 500ലും നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചു. അപ്പോൾ നാസ്ഡാക്കിൽ 0.28% ഇടിവിൽ ഒരു സമ്മിശ്രമായൊരു പ്രതികരണമാണ് നമുക്ക് US മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ ഇപ്പോൾ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? അമേരിക്കൻ വിപണിയിൽ നമുക്ക് ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. എങ്കിലും ഹയർ ലെവൽസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കറന്റ് ലെവൽസിൽ നമ്മൾ 24,700 പോയിന്റിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ വെള്ളിയാഴ്ച കാണാൻ സാധിച്ചു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 46,500 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ കാണാൻ സാധിച്ചത് തുടർച്ചയായ ഒരു 8 ദിവസങ്ങളിലൊക്കെ നീണ്ടുനിന്ന ആ ഒരു ഇടിവിനെ മാറ്റം വരുത്തിക്കൊണ്ട് അവസാന ദിവസങ്ങളിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ മാർക്കറ്റിന് സാധിച്ചിരുന്നു. നിഫ്റ്റി 50 1% അടുത്തൊരു നേട്ടം വീക്കിലി കാഴ്ചവെച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു വാല്യൂ ബൈയിങ് മാർക്കറ്റിൽ തുടങ്ങിയിട്ടുണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ നിഫ്റ്റി 50ൽ എന്താണ്? ഇപ്പോഴത്തെ ഒരു ലെവൽ 24,894 എന്നുള്ളതാണ്. നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് നിഫ്റ്റി 50യുടെ കേസിൽ 25,000 പോയിന്റ് ആയിരിക്കും. ആൻഡ് മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 24,550 പോയിന്റ്. അറ്റ് ദിസ് സ്റ്റേജ് എനിക്ക് തോന്നുന്നില്ല 24,550ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. പിന്നീട് കാണുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിൽ 55,250, 55,400, 55,600. സാറിന് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഏകദേശം 2% മുകളിലേക്ക് ഒരു നേട്ടമായിരുന്നു നമുക്ക് വീക്കിലി കാണാൻ സാധിച്ചത്. 55,589 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഇപ്പോൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നല്ല നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. ഇതിൽ എടുത്തു പറയാനുള്ള HDFC ബാങ്ക്, കോട്ടക് ബാങ്ക് ആൻഡ് ആക്സിസ് ബാങ്ക്, ഈ 3 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 55,900 പോയിന്റ് ആയിരിക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 56,500, 57,000 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സാർ, നമുക്കിനി ഒരു സെക്ടറിൻ്റെ ഒരു ചോദ്യമാണ് ചോദിക്കാറുള്ളത്. നമ്മളൊരു സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുമ്പോൾ വീക്കിലി ട്രേഡിങ്ങിൽ ഒരു സ്റ്റാർ പെർഫോമറായി മാറിയത് PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു. 4% മുകളിലേക്കൊരു നേട്ടം PSU ബാങ്ക് ഇൻഡെക്സ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സെക്ടറിൽ താങ്കളുടെ ഒരു വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകളും ഒപ്പം ഈ സെക്ടറിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ഓഹരികൾ ഏതെങ്കിലും ഉണ്ടോ? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ മാറിയിട്ടുണ്ട്. 7,600 പോയിന്റ് ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് ഒരു മേജർ റെസിസ്റ്റൻസ് 8,000 പോയിന്റ് ആയിരിക്കും. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും PSU ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ബട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒത്തിരി PSU ബാങ്ക് സ്റ്റോക്സിൽ നേട്ടം കാണാൻ സാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോ റിസ്കിലെ പുതിയ ബൈയിങ് അവസരങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
സാർ അടുത്ത് അറിയേണ്ടത് മറ്റൊരു സെക്ടറായ മെറ്റലിൻ്റെ വ്യൂ ആണ്. ഏകദേശം 4% അടുത്തൊരു നേട്ടമാണ് വീക്കിലി പെർഫോമൻസിൽ കഴിഞ്ഞ ആഴ്ച കാഴ്ചവെക്കാൻ സാധിച്ചത്. കൂടാതെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു ഏകദേശം 1.8% നേട്ടം രേഖപ്പെടുത്തിയാണ് മെറ്റൽ സൂചിയെ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? മെറ്റൽ സൂചിയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിച്ചു. കൈവച്ച ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ ആഴ്ച ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 10,400 പോയിന്റ്സ്. അത് ബ്രേക്ക് ചെയ്താൽ 10,600, 10,800, പിന്നീട് സാർ നമുക്കൊരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് PSU ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെയുള്ള ഒരു സ്റ്റോക്കാണ്. കാനറ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.73% ഒരു നേട്ടമാണ് കാനറ ബാങ്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 100 സാർ താങ്കൾക്ക് കേൾക്കാമോ? ഓക്കെ, നമുക്ക് ക്ഷമിക്കണം, സാറുമായിട്ടുള്ള ഒരു കണക്ഷനിൽ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ട്രേഡിങ്ങിലോട്ട് പോയിട്ട് സാറിലോട്ട് തിരിച്ചു വരാം. ഏതായാലും നമുക്ക് കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് ഒന്ന് കൃത്യമായി എടുത്ത് പരിശോധിക്കാം. നമുക്ക് PSU ബാങ്കിങ് സൂചി നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയ ഒരു സ്റ്റാർ പെർഫോമറായി മാറാൻ PSU ബാങ്ക് ഇൻഡെക്സിന് സാധിച്ചിരുന്നു. ആ ഒരു സൂചികയിൽ ഏതൊക്കെ ഓഹരികളാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്താൻ PSU ബാങ്കിങ് സൂചികയിൽ സാധിച്ചത് ഇന്ത്യൻ ബാങ്കിനായിരുന്നു. 4.12% നേട്ടമാണ് ഇന്ത്യൻ ബാങ്ക് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാനറ ബാങ്ക് പിന്നീട് ഒരു സെക്കൻഡ് പൊസിഷൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. 1.79% നേട്ടം കാനറ ബാങ്ക് രേഖപ്പെടുത്തിയപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയും 1.5% മുകളിലേക്ക് ഒരു നേട്ടമാണ് വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 1.5% നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 1% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ IOB, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, PSB തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. പിന്നീട് നമ്മളൊരു സെക്ടർ പരിശോധിക്കുമ്പോൾ ഒരു സെക്കൻഡ് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ച, അല്ലെങ്കിൽ വീക്കിലി പെർഫോമൻസിൽ സാധിച്ച ഒരു സൂചിക മെറ്റൽ സൂചികയായിരുന്നു. മെറ്റൽ സൂചികയിലോട്ട് വരുമ്പോൾ പല ഓഹരികളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ലോയിഡ് SME ആണ്. 6.28% നേട്ടമാണ് ലോയിഡ് SME രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ടാറ്റ സ്റ്റീൽ പിന്നീട് 3.45% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. നാഷണൽ അലൂമിനിയം 3.08% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. JSL 2.73% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഹിൻസിങ്, ഹിൻഡൽകോ, VEDL, NMDC, JSW സ്റ്റീൽ തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ നേട്ടമായിരുന്നു. ഈ ഒരു ഓഹരി സൂചികയൊക്കെ നോക്കുമ്പോൾ നമുക്ക് 1 മുതൽ 2.5% വരെയൊക്കെയുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയുമാണ് കാണാൻ സാധിച്ചത്. ഏതായാലും നമുക്ക് മാർക്കറ്റിലെ മറ്റു ചില സെക്ടറുകളുടെ ഒരു പെർഫോമൻസുകൾ കൂടി നോക്കാം. നമുക്ക് ഫാർമയിലോട്ട് പോകുമ്പോൾ വെള്ളിയാഴ്ച ചില ഓഹരികളിലൊക്കെ നമുക്ക് മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോഴെങ്കിലും ഒരു സമ്മിശ്രമായൊരു പ്രതികരണമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഡിവിസ് ലാബ് 2.48% നേട്ടം രേഖപ്പെടുത്തി. ബയോകോണിൽ 1.49% ഒരു നേട്ടമാണ് നമ്മൾ കണ്ടത്. ഗ്ലെൻമാർക്കും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിലെടുത്തത്. ഏതായാലും ഇപ്പോൾ പ്രദീപ് സാറ് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് സാറിലോട്ട് പോകാം. സാർ കേൾക്കാമോ? കേൾക്കാം വിഷ്ണു. സാർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്റ്റോക്ക് കാനറ ബാങ്ക് ആയിരുന്നു. ഏതായാലും കാനറ ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ PSU ബാങ്കിങ് സൂചിയിൽ തന്നെ എടുക്കുമ്പോൾ ഇന്നലെ ഒരു സെക്കൻഡ് പൊസിഷനിലാണ്, അല്ലെങ്കിൽ ആ ഒരു വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 1.73% നേട്ടം രേഖപ്പെടുത്തി. മാത്രമല്ല നമ്മളിപ്പോൾ നോക്കുമ്പോൾ പുതിയ ഒരു ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോഴൊരു ഓഹരി ഈ ഒരു വീക്കിലി ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ കാനറ ബാങ്കിൽ എന്താണ്? വിഷ്ണു, ആദ്യം തന്നെ ഒരു കറക്ഷൻ. കാനറ ബാങ്കിന്റെ കേസിൽ പുതിയ ഓൾ ടൈം ഹൈ അല്ല കാനറ ബാങ്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. കാനറ ബാങ്കിന്റെ 2024 ഹൈ ലെവൽ എന്ന് പറയുന്നത് 128 രൂപ 90 പൈസ. ബട്ട് നമുക്ക് കാനറ ബാങ്കിന്റെ ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുക 2010 അന്നത്തെ ഹൈ 158 രൂപ 49 പൈസ. അണ്ടർടോൺ ഇൻ കാനറ ബാങ്ക് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, നമ്മൾ അടുത്ത ഒരു ഓഹരി എന്ന് പറയുന്നത് ടാറ്റ എലക്സിയാണ്. ടാറ്റ എലക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ 2.48% ഒരു നേട്ടമാണ് കാണാൻ സാധിച്ചത്. 5355 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ ടാറ്റ എലക്സിയിൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ ഇലക്സിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ടാറ്റ ഇലക്സിയുടെ കേസിൽ 5180 രൂപ ഇസ് എ മേജർ സപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ച ആ ഒരു ലെവൽ എത്തിയതിനു ശേഷമായിരുന്നു നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചത്.
ഈ ആഴ്ച ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 5600, അതിനുശേഷം 6000 രൂപയോ ആയിരിക്കും. സർ, അടുത്ത ഒരു ഓഹരി എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഹരിയാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് നമുക്കറിയേണ്ടത്. എന്തായാലും ഓഹരി നോക്കുമ്പോൾ ഇപ്പോൾ 69 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ നോക്കുമ്പോൾ ഫ്ലാറ്റ് പോസിറ്റീവ് രീതിയിലാണ് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നിഫ്റ്റി 50 അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 68 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 71 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 74 രൂപയിലാണ് കാണുന്നത്. സർ, അടുത്തൊരു ഓഹരി CMS ഇൻഫോ സിസ്റ്റംസ് ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 3 മാസത്തെ പ്രകടനം നോക്കുമ്പോൾ ഒരു ബെയറിഷ് ആയൊരു ട്രെൻഡിലാണ് ട്രേഡിംഗ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? CMS ഇൻഫോ സിസ്റ്റം ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റിയുടെ IT ഇൻഡെക്സിൽ കാണുന്ന അതേ വീക്ക്നെസ് ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിലെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ ആഴ്ച നമുക്കൊരു ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിക്കാം. അങ്ങനെ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 400 മുതൽ 420 ഈ ഒരു റേഞ്ച് ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽ. അടുത്തറിയേണ്ട ഒരു ഓഹരി TTML ആണ്, ടാറ്റ ടെലി സർവീസ് മഹാരാഷ്ട്ര ലിമിറ്റഡ്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 56 എന്നൊരു പ്രൈസിൽ 2.52% നേട്ടമാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു 3-4 മാസത്തെ പ്രകടനം നോക്കുമ്പോൾ കാര്യമായൊരു നേട്ടം രേഖപ്പെടുത്താനൊന്നും ഓഹരിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TTMLൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? TTMLന്റെ കേസിൽ ഫൈനാൻഷ്യൽസ് വളരെ മികച്ചതല്ല. ആൻഡ് ഈ സ്റ്റോക്കിൽ 2 പ്രോബ്ലംസ്. വൺ, ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 54 രൂപ 70 പൈസയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 61, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 65 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സർ, നമ്മൾ ഓൾറെഡി മാർക്കറ്റ് പ്ലസിൽ ഇൻക്ലൂഡ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു നെറ്റ്വെബ്. ഏതായാലും നമ്മൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും 6% ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 4311 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 മാസത്തിൽ വലിയൊരു നേട്ടമാണ് ഓഹരി നൽകിയിരിക്കുന്നത്. ഇനി ഒരു ഓഹരിയിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? നെറ്റ്വെബ് ടെക്നോളജിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ 1 മാസത്തിൽ നമുക്ക് ഇത്രയും വലിയ നേട്ടം കിട്ടിയതിനെ തുടർന്ന് പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കാം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ITL നിന്നുള്ള TCSൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. TCSനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് അങ്ങോട്ടൊരു കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ ട്രെൻഡിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 0.42% ഇടിവിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2901 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. TCSൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു ലോങ് ടൈം പൊസിഷനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ട് ഇനി? TCSന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ വളരെ ഒരു മികച്ച സപ്പോർട്ട് 2860 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ 3080, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 3480 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഈ 2 റെസിസ്റ്റൻസും എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സാറിന് നമുക്ക് DLFൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 0.96% നേട്ടത്തിൽ 792 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു 3 മാസം നോക്കുമ്പോൾ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. DLFൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? DLFന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 740 മുതൽ 765 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് 780 800 ഈ റേഞ്ചിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സർ, അടുത്തൊരു ഓഹരി PTC ഇന്ത്യ ലിമിറ്റഡ് ആണ്. 0.51% നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 169 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരി സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാർച്ച് തുടങ്ങി നോക്കുമ്പോൾ ഇപ്പോൾ ഓഹരി നോക്കുമ്പോൾ ഏകദേശം 30% നേട്ടം നൽകിയ ഒരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. PTC ഇന്ത്യയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി PTC ഇന്ത്യയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ് 182 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 162 രൂപ. സർ, അടുത്ത അറിയേണ്ടത് VA ടെക് വബാഗിൻ്റെ ഒരു വ്യൂ ആണ്. 1.75% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 1406 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നേരിയ തോതിലൊരു കൺസോൾട്ടേഷൻ ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ് ഈ ഒരു ഓഹരിയിൽ? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ഡേറ്റ ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇത് അടുത്ത സെഷനിലേക്ക് അറിയാം. സർ, നമുക്ക് ഇനി അറിയേണ്ട ഒരു ഓഹരി PTC ഇൻഡസ്ട്രീസ് ആണ്. PTC ഇൻഡസ്ട്രീസ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 6% ഒരു നേട്ടത്തിൽ 648 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസവും കഴിഞ്ഞൊരു മാസവും ഇതുവരെയുള്ള ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നേട്ടത്തിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? PTC ഇന്ത്യയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അണ്ടർടോണിൽ ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഈ സ്റ്റോക്കിന് തീർച്ചയായിട്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകാനുള്ള സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്ത ഒരു ഓഹരി എന്ന് പറയുന്നത് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ട്രേഡിംഗ് ലെവൽസ് എന്ന് പറയുന്നത് ഏകദേശം 0.31% ഇടിവിൽ 716 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ലെവൽ 747 രൂപ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഒരു ലോങ് പൊസിഷൻ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 713 രൂപയിലായിരിക്കണം. ആൻഡ് മേജർ സപ്പോർട്ട് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്ന 660 രൂപയിലാണ്. സാർ, നമുക്കിനി BSEയുടെ വ്യൂ ആണ് അറിയേണ്ടത്. BSEയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാർച്ച് തുടങ്ങിയ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ഓൾ ടൈം ഹൈ പിന്നീട് രേഖപ്പെടുത്തിയത് ജൂണിലായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഒരു 3 മാസം നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. BSE ഇപ്പോൾ നോക്കുമ്പോൾ 2093 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി മുന്നോട്ടൊരു സാധ്യതയാണോ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ളൊരു സാധ്യതയാണോ താങ്കൾ കാണുന്നത്? BSEയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ 2000 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കണമെങ്കിൽ 2300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സാറിന് അശോക ബിൽക്കോണിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1% നേട്ടമാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 188 എന്നൊരു നിലയിലാണ് ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അശോക ബിൽക്കോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 210 അതിനുശേഷം 225 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 170 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അടുത്തൊരു ഓഹരി എന്ന് പറയുന്നത് സീക്വൻ്റ് ആണ്. സീക്വൻറ്റിനെ സംബന്ധിച്ച് സർ എനിക്ക് ആ ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ പറയാമോ? Sequent Financials is a small cap stock and കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ സ്റ്റോക്കിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 205, 212, 220 ഈ 3 റെസിസ്റ്റൻസ് ലെവലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 183 രൂപയിൽ കാണുന്നത്. സാർ, ഇനി അറിയേണ്ടത് CG പവറാണ്. CG പവറിനെ സംബന്ധിച്ച് 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. 747 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. CG പവറിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? CG പവറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്കൊരു നല്ല ലോ റിസ്ക് ബൈയിങ് സെറ്റപ്പും ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച 2 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 753, രണ്ടാമത്തെ ഒരു റെസിസ്റ്റൻസ് ലെവൽ 757 കാണുന്നത്. ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽ 767, 803, 820, 830, 840. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 730 രൂപയായിരിക്കും. സാർ, ഇനി BELന്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 412 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? BLന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 420, 426, 435, 450 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. ആൻഡ് ഈ സ്റ്റോക്കിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 391. സാറിന് PGELന്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.65% ഒരു നേട്ടത്തിൽ 514 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിലൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല നമുക്കൊരു വലിയ സെൽ ഓഫ് ആയിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ കണ്ടത്. ഏതായാലും കഴിഞ്ഞ മാസവും നേരിയ ഒരു നേട്ടം ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. PGELൽ ഈ ഒരു ഇടിവ് തുടരുമോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യതയുണ്ടോ? PGELന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 498 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 600, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 785 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യപ്പെടണം. സർ, അടുത്തൊരു ഓഹരി ചോദിക്കാനുള്ളത് അദാനി എനർജി സൊല്യൂഷൻസ് ആണ്. നമ്മൾ ഓഹരി സംബന്ധിച്ച് നോക്കുമ്പോൾ 2% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. 916 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അഡാനിയുടെ കേസിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം അഡാനി എനർജി ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ 858 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ 930, 945, 960. അതും ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 995. സാറിന് നമുക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ഫെഡറൽ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 0.72% ഒരു ഇടിവായിരുന്നു നമുക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിച്ചത്. 192 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജൂലൈ കൂടാതെ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു ക്ലോസ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് ഇപ്പോൾ പൊസിഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഫെഡറൽ ബാങ്കിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഫെഡറൽ ബാങ്കിന്റെ കേസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 188 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 202 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു സെഷൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്ട്രിയുടെ അനലിസ്റ്റ് പോലുള്ളവരുടെയൊക്കെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപം നടത്താൻ ശ്രദ്ധിക്കുക. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്ലസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിലും സഫാനും ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.